കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറാകാത്തത് എന്താണെന്ന ചോദ്യവുമായി എ റഹീം MP. മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ മൃഗവേട്ടയെ നിയമാനുസൃതമാക്കണമെന്നും മൃഗവേട്ട വേണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നും റഹീം MP പറഞ്ഞു. കാട്ടുപന്നിയുടെ കാര്യത്തിൽ വെറുമിനായി പ്രഖ്യാപിക്കാൻ എന്തിനാണ്? കാട്ടുപന്നി ഒരു ക്ഷുദ്രജീവിയായി മാറി എന്നുള്ളത് ഇത് കണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യം. അത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ അവർ അറയ്ക്കുന്നത്? ഇനി ഈ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ, വന്യജീവി ആക്രമണങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് വേട്ടയെ നിയമാനുസൃതമാക്കണം. അതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. വേട്ട അനുവദിക്കണം. മൃഗവേട്ട ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണോ? ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇതിനു സമാനമായ സാഹചര്യങ്ങൾ നേരിടാൻ മൃഗവേട്ടയിലൂടെ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അല്ലാതെ എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ ആവശ്യം കോൺഗ്രസ് വ്യക്തമാക്കണം. ഈ മൃഗവേട്ടയെ വേണം എന്ന നിലപാടിനോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ?